അനന്താസനം. ചരിഞ്ഞു കിടക്കുക. ചരിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈകാലുകൾ നിവർന്ന് തന്നെ ഇരിക്കണം. ഒരു കുഞ്ഞിൻ്റെ വികാസത്തെപ്പറ്റി പോലെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മലർന്നു കിടന്നതിന് ശേഷം നമ്മൾ കമഴ്ന്ന് കിടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് അനന്താസനം. സാവധാനം കാലുകൾ ഉയർത്തുക. ഇത് സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തുടയോട് ചേർത്ത് വെച്ചുകൊണ്ട് സാവധാനം ശ്വാസമെടുത്ത് ഉയർത്തുക. അതിനുശേഷം കൈകൾ കാൽ വിരലിലേക്ക്, തള്ളവിരലിൻ്റെ ഭാഗത്തേക്ക് പിടിച്ചുകൊണ്ടും മുകളിലേക്ക് ഉയർത്താൻ പറ്റും. സ്ത്രീകൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. കാലുകൾ മടക്കുക, തള്ളവിരൽ പിടിച്ചതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് സാവധാനം ഉയർത്തുക. ഉയർത്തുന്നതിലല്ല കാര്യം, ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് തുടക്കക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കാം, എങ്കിൽ പോലും പിടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യുക. വീണ്ടും സമയവും സാഹചര്യവും അനുസരിച്ച് എണ്ണം കൂട്ടുക. ഇത് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് മെൻസസ് സംബന്ധിച്ചുള്ള രോഗങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. പുരുഷന്മാർക്കും മൂത്രാശയ രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ബാലൻസ് ലഭിക്കുന്നതിന് വേണ്ടി ശ്രദ്ധയോടുകൂടി ചെയ്യണം. ശ്രദ്ധവാൻ ലഭ്യതേ ജ്ഞാനം. ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യേണ്ടത്, അവയർനെസ്സോടുകൂടിയാണ് ചെയ്യേണ്ടത്. യോഗ ഈസ് അവയർനെസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ചെയ്യേണ്ടത്. യോഗ ഈസ് എ ന്യൂറോ ബയോളജിക്കൽ മെക്കാനിസം ആൻഡ് യോഗ ഈസ് എ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ശരീരത്തിനകത്തുള്ള അന്തസ്രാവി ഗ്രന്ഥികളെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന ഈ ആസനം വളരെ ഫലപ്രദമാണ്. ഈ ആസനത്തിൻ്റെ പേരാണ് അനന്താസനം. ഇത് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. സകല ചരാചരങ്ങളും യോഗയുടെ ഭാഗമായതിനാൽ പേരുകൾ അപ്രകാരമാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ കുഞ്ഞിനെ പോലെ കമന്ന് കിടക്കുക. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് ഭുജംഗാസനമാണ്. കിടക്കുക. ചുമലിൻ്റെ ഇരുവശങ്ങളുമായി കൈപ്പത്തി നിലത്ത് കമഴ്ത്തി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല പൊക്കിളിൻ്റെ മുകളിൽ വരത്ത വിധം സാവധാനം ഉയർത്തുക. നട്ടലിന് ബലം കൊടുത്തുകൊണ്ടാണ് ഉയർത്തേണ്ടത്. തല പരമാവധി പിന്നിലേക്ക് വളയ്ക്കുക. ഇത് ഇപ്രകാരം ചെയ്യുന്നത് ദഹന പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു. തടി കുറയാൻ സഹായിക്കുന്നു. മാറിടം വികസിക്കുന്നു. അരക്കെട്ട് ഒതുങ്ങുന്നു. ശ്വാസകോശത്തിന് ബലം ലഭിക്കുന്നു. ഒപ്പം തന്നെ നമ്മളിപ്പോൾ കൊറോണ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശ്വാസകോശത്തിന് ബലം നൽകേണ്ടത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. സാവധാനം ഭുജംഗാസനത്തിൻ്റെ അടുത്ത വേർഷനാണ് കൈകൾ ബാക്കിലേക്ക് കെട്ടുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് വലിച്ചുകൊണ്ട് കൈകൾ സാവധാനം വലിച്ചുകൊണ്ട് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ഭുജംഗാസനം ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ഭുജംഗാസനം ഓരോരുത്തരുടെയും